ജയിൽ ചാടുന്നതിൽ ഗോവിന്ദചാമിക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് പോലീസ്. 4 സഹതടവുകാർക്ക് ജയിൽ ചാട്ടത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ജയിലിനകത്തും പുറത്തും ഗോവിന്ദചാമിക്ക് ജയിൽ ചാട്ടത്തിനായി മറ്റ് സഹായങ്ങൾ കിട്ടിയിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് മുഴുവൻ ഈ ജയിലിനകത്തുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. ഗോവിന്ദചാമി ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം അതിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലെവിടെയും ഇയാൾക്ക് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചതായിട്ടുള്ള സൂചനകൾ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റൊന്ന്, പുലർച്ചെ 1:10 ഇയാൾ സെല്ലിൽ നിന്ന് ഈ കമ്പി മുറിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം 3.5 മണിക്കൂറിന് ശേഷമാണ് അയാൾ ഈ ജയിൽ ചാടുന്നത്. അപ്പോൾ അത്രയും സമയമെടുത്തത് അങ്ങനെ താമസിച്ചത് മറ്റ് സഹായങ്ങൾ അയാൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. മറ്റ് സഹായങ്ങൾ ജയിലിനകത്ത് അയാൾക്കുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾക്ക് ജയിൽ ചാടാൻ സാധിക്കുമായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ജയിലിന് പുറത്തും അയാൾക്ക് സഹായം ലഭിച്ചില്ല എന്ന് പോലീസ് പറയുന്നു. എങ്ങോട്ട് പോകണമെന്നതിനെ കുറിച്ച് പോലും അയാൾക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഘട്ടത്തിൽ വഴി തെറ്റുകയും ചെയ്തു. അങ്ങനെ ജയിലിന് പുറത്തും സഹായം ലഭിച്ചില്ല എന്ന ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എന്തായാലും എത്തുന്നത്.